ഞാൻ 7 ദിവസക്കാലത്തേക്ക് ഔദ്യോഗിക യാത്രയ്ക്കായി ദുബായിലേക്ക് പോയതാണ്. പക്ഷേ 4-ാമത്തെ ദിവസം മുതൽ എന്റെ മനസ്സിന് വല്ലാതൊരു അസ്വസ്ഥത. തിരിച്ചു പോകണം, വാപ്പയെ കാണണം, ഇതായിരുന്നു എന്റെ ചിന്ത. 5-ാമത്തെ ദിവസം ഞാൻ യാത്ര ചുരുക്കി ടിക്കറ്റ് മാറ്റിയെടുത്ത് തിരുവനന്തപുരം എയർപോർട്ടിൽ ലാൻഡ് ചെയ്യുമ്പോൾ ആദ്യം വരുന്ന ഫോൺ എന്റെ സഹോദരൻ്റെതായിരുന്നു. എന്റെ സഹോദരൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, വാപ്പയ്ക്ക് അല്പം അസ്വസ്ഥത കൂടുതലായി, ആശുപത്രിയിലാണ്, നീ വേഗം ആശുപത്രിയിലേക്ക് വരണം. അവിടെ നിന്ന് നേരെ പോയത് ആശുപത്രിയിലേക്കാണ്. അവിടെ ചെല്ലുമ്പോൾ കണ്ണ് തുറന്നിരിക്കുന്ന ഒരു പിതാവിനെയാണ് കാണുന്നത്. എൻ്റെ ഉമ്മ പറഞ്ഞു, കുറേ നേരമായി ഈ കൺപോളകൾ ഇങ്ങനെ തുറന്നേയിരിക്കുന്നു. ഞാൻ അടുത്ത് ചെന്നു. 2-3 തവണ വാപ്പയെ ആവർത്തിച്ചു വിളിച്ചു. ആ കണ്ണുകൾ അപ്പോഴാണ് പിന്നീടൊന്ന് ചിമ്മിയത്. പിന്നീട് ആ കണ്ണുകൾ എന്നേക്കുമായി അടഞ്ഞു. ഇന്നും ആ പിതാവിൻ്റെ ഓർമ്മകളിൽ ഞാനൊരു കൊച്ചുകുട്ടിയാണ്. മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്ന മക്കളോട് സ്നേഹപൂർവ്വം പറയട്ടെ, ഹൃദയം കൊണ്ട് പറയട്ടെ, അവരെ സ്നേഹിക്കണം. സ്നേഹിച്ച് കൊല്ലണം, മതി വരാതെ സ്നേഹിക്കണം. നമ്മുടെ മക്കൾക്ക് മിഠായിയും ഐസ്ക്രീമും കൊതിയുള്ളതും ഒക്കെ വാങ്ങിക്കൊടുക്കുന്നത് പോലെ അവർക്കും കൊതിയുള്ളതെല്ലാം വാങ്ങിക്കൊടുക്കണം, വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കണം. ആ നഷ്ടത്തിന്റെ ആഴം നമ്മൾ അറിയുന്നത് നമ്മളിൽ നിന്ന് യാത്രയാകുമ്പോഴാണ്. ആ തണലിന്റെ സുഖം നാം അറിയുന്നത് ആ തണൽ എന്നേക്കുമായി നഷ്ടപ്പെടുമ്പോഴാണ്. മനസ്സിലിരിക്കണം, അത് മനസ്സിലുണ്ടാവണം. പിതാവ് നമ്മുടെ ഹൃദയമാണ്, നമ്മുടെ വികാരമാണ്, അല്ലെങ്കിൽ വികാരമാകണം.